നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 തുല്യതാക്കാരുടെ ഫസ്റ്റ് ചാപ്റ്ററായ ട്രാവലിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വേർ ഡസ് ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ്? ഓക്കെ, വേർ ഡസ് എവിടെയാണ് പോയറ്റ് ലൈക്ക് ടു വിസിറ്റ്? പോയറ്റിന് സന്ദർശിക്കാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം നോക്കാം. ദ പോയറ്റ് ലൈക്സ് ടു ട്രാവൽ മെനി പ്ലേസസ് അറൗണ്ട് ദ വേൾഡ്. പോയറ്റ് ലൈക്സ് ടു ട്രാവൽ. പോയറ്റിന് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? പോയറ്റിന് ഒരുപാട് സ്ഥലങ്ങൾ, മെനി പ്ലേസസ്, ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലേ? അറൗണ്ട് ദ വേൾഡ്, ലോകമെമ്പാടുമുള്ള ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യാൻ ആർക്ക് താല്പര്യമുണ്ട്? പോയറ്റിന് താല്പര്യമുണ്ട്. ഹി ഫസ്റ്റ് ലൈക്സ് ടു വിസിറ്റ്. എന്നാലും പോയറ്റിന് കവിക്ക് ആദ്യം സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ പോകാൻ താല്പര്യമുള്ള സ്ഥലം ഏതാണ്? ഹി ഫസ്റ്റ് ലൈക്സ് ടു വിസിറ്റ് ദ പ്ലേസ്. ആദ്യം പോകാൻ താല്പര്യമുള്ള സ്ഥലം വേർ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. അല്ലേ? ഗോൾഡൻ ആപ്പിൾസ്, സാധാരണ ആപ്പിൾസ് അല്ല, ഗോൾഡൻ ആപ്പിൾസ് അല്ലേ? ഗോൾഡൻ ആപ്പിൾസ്, സ്വർണ്ണ ആപ്പിൾസ് വളരുന്ന സ്ഥലം. ആ സ്ഥലത്ത് പോകണം എന്നാണ് കവി ആദ്യം ആഗ്രഹിക്കുന്നത്. പിന്നെ എവിടെയൊക്കെ പോകണം? ആൻഡ് ഓൾസോ ദ പാരറ്റ് ഐലൻഡ് ഇൻ ബ്രസീൽ. അതിനുശേഷം എവിടെ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു? പാരറ്റ് ഐലൻഡ് അല്ലേ? ഒത്തിരി പാരറ്റ്സ് ഉള്ള ഐലൻഡ്. ഐലൻഡ് മീൻസ് എന്താണ്? ദ്വീപ് എന്നാണ് ഐലൻഡിൻ്റെ അർത്ഥം. അതായത് മൂന്ന് സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ടുള്ള കര, അതാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, പാരറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ മൊത്തം എന്തായിരിക്കും? പാരറ്റ്സ് ആയിരിക്കും അല്ലേ? തത്തകളായിരിക്കും. അതെവിടെയാണ് ആ സ്ഥലം? ബ്രസീൽ. ബ്രസീലിലെ പാരറ്റ് ഐലൻഡും വിസിറ്റ് ചെയ്യണം എന്ന് ആരാഗ്രഹിക്കുന്നു? പോയറ്റ് ആഗ്രഹിക്കുന്നു. അപ്പോൾ പോയറ്റ് ആദ്യം പോകാൻ താല്പര്യപ്പെട്ട സ്ഥലം ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ ചെയ്യുന്ന, വളരുന്ന സ്ഥലം. അതിനുശേഷം എവിടെയാണ്? പാരറ്റ് ഐലൻഡ്. ബ്രസീലിലെ പാരറ്റ് ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ഹി ദെൻ ലൈക്സ് ടു വിസിറ്റ്. അതിനുശേഷം പോയിട്ട് പോകാൻ ആഗ്രഹിച്ച എവിടെയാണ്? ദ ലോൺലി ഐലൻഡ്. ലോൺലി മീൻസ് എന്താണ്? ഏകാന്തമായ, വിജനമായ ഐലൻഡ് അല്ലേ? വലിയ ആൾതാമസമൊന്നും ഇല്ലാത്ത എന്താണ്? ഐലൻഡ്, വിജനമായ ഐലൻഡ്. ടു വിസിറ്റ് ലോൺലി ഐലൻഡ് വേർ. അപ്പോൾ എന്താ? ക്രൂസോ ലിവ്ഡ്. ക്രൂസോ എന്ന് പറഞ്ഞാൽ റോബിൻസൺ ക്രൂസോ ആയിരിക്കാം അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്. റോബിൻസൺ ക്രൂസോ ആണെങ്കിൽ എന്താണ്? ഒരു ഡാനിയൽ ഡിഫോയുടെ ഒരു ക്യാരക്ടറാണ്. ഡാനിയൽ ഡിഫോ എന്ന് പറയുന്ന റൈറ്ററിൻ്റെ ഒരു കഥയിലെ ക്യാരക്ടറാണ് റോബിൻസൺ ക്രൂസോ. നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ഓക്കെ, അദ്ദേഹം പെട്ടുപോയൊരു ഐലൻഡ് ഉണ്ട്, ഒരു ലോൺലി ഐലൻഡ്. വളരെ എന്താണ്? വിജനമായ ഒരു ഐലൻഡ്. അവിടെ എന്തില്ല? മനുഷ്യവാസം കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ആ ഐലൻഡിലും ആർക്ക് വിസിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മുടെ പോയറ്റിന് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഹീ ലൈക്സ് ടു വിസിറ്റ് ഈസ്റ്റേൺ സിറ്റീസ്. പിന്നെ എവിടെ പോകണം? ഓക്കെ, ഈസ്റ്റേൺ സിറ്റീസ്, അതായത് കിഴക്കൻ സിറ്റീസിലല്ലേ, കിഴക്കൻ നഗരങ്ങൾ വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. കിഴക്കൻ നഗരം എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളാണ്. ഓക്കെ, അറേബ്യൻ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യണം എന്ന് ആര് പറയുന്നു? പോയറ്റ് പറയുന്നു. അവിടെ എന്തുണ്ട്? ആൻഡ് ബസാർസ് ദെയർ. അവിടെയുള്ള ബസാർസ്, അവിടെയുള്ള ഷോപ്സ്, അല്ലെങ്കിൽ എന്താണ്? ഒരുപാട് സാമഗ്രികൾ, അല്ലെങ്കിൽ ഒരുപാട് ഗുഡ്സ് കിട്ടുന്ന ആ ബസാർസ് ആർക്ക് വിസിറ്റ് ചെയ്യണം? പോയറ്റിന് ഈസ്റ്റേൺ സിറ്റീസിൽ പോയിട്ട് അവിടെയുള്ള ബസാർസിലും വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, ദ പോയറ്റ് വുഡ് ലൈക്ക് ടു ട്രാവൽ ടു ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. എവിടെ പോകണം? അടുത്തിനി എവിടെ ട്രാവൽ ചെയ്യണം? എവിടെ യാത്ര ചെയ്യണം? ഗ്രേറ്റ് വാൾ എവിടെയാണ്? വൻമതിലുള്ളത് ചൈനയിലാണല്ലേ? അവിടെയും വിസിറ്റ് ചെയ്യണം. പിന്നെ ഇംഗ്ലണ്ടിൽ പോകണം. പിന്നെ എവിടെ പോകണം? ടു റിവർ നൈൽ. പിന്നെ ഈജിപ്തിലുള്ള നൈൽ നദിയും കാണണം. ഫൈനലി ഹീ ലൈക്സ് ടു വിസിറ്റ് ദ ഡെസേർട്ട്. അവസാന യാത്ര എവിടെയാണ്? അവസാനമായിട്ട് അദ്ദേഹത്തിന് എവിടെ പോകാനാണ് താല്പര്യം? വിസിറ്റ് ദ ഡെസേർട്ട്. ഡെസേർട്ട് മീൻസ് എന്താണ്? മരുഭൂമി അല്ലേ? മരുഭൂമി. വിത്ത് എ ക്യാമൽ കാരവൻ. ആരോടൊപ്പം പോകണം? അല്ലെങ്കിൽ ആരെ കൂട്ടി പോകണം എന്നാണ് പറയുന്നത്? ക്യാമൽ കാരവൻ. ഓക്കെ, മരുഭൂമിയിലെ യാത്രകളിൽ എപ്പോഴും ആരാണ്? നമുക്ക് ക്യാമലിൻ്റെ പുറത്താണല്ലേ പോവാറ്? ഓക്കെ, മരുഭൂമി യാത്രയിൽ എപ്പോഴും എന്താണ്? ക്യാമലിൻ്റെ പുറത്ത് കയറിയാണ് എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത് ആ സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ പോയിട്ട് അടുത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഡെസേർട്ടിൽ ആരുടെ ഒപ്പം? ക്യാമൽ കാരവൻ, അതായത് ഒട്ടകത്തെ ക്യാരവനാക്കിക്കൊണ്ട് ഓക്കെ, അദ്ദേഹത്തിന് ഡെസേർട്ട്, മരുഭൂമി വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു.
വിത്ത് എ ക്യാമൽ കാരവൻ ടു ആൻഷ്യൻ്റ്. ആൻഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ? പുരാതനമായ. മിസ്റ്റീരിയസ് മീൻസ് നിഗൂഢമായ. പിന്നെ എന്താണ്? ഡാർക്ക് എന്ന് മീൻസ് ഇരുണ്ടതായ. ഓക്കെ, അപ്പോൾ ആ ഡെസേർട്ടിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ വിശേഷിപ്പിക്കുകയാണ്? ആൻഷ്യൻ്റ്, വളരെ പുരാതനമായ, മിസ്റ്റീരിയസ്, നിഗൂഢമായ. നമുക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ആ സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ മരുഭൂമിയെക്കുറിച്ച് നമുക്ക് വളരെ വലിയ അറിവൊന്നുമില്ല. നിഗൂഢം എന്ന് പറയുന്നത് വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുണ്ടത്. ഓക്കെ, ഇരുണ്ട ആ ഒരു ഡെസേർട്ടിൽ. ആൻഡ് സ്ട്രേഞ്ച് ലാൻഡ്, എന്താണ് ആ സ്ഥലത്തിൻ്റെ അടുത്തെന്താണ്? അടുത്ത് പോകാൻ വിസിറ്റ് ചെയ്യുന്ന ആ പ്ലേസിൻ്റെ പ്രത്യേകത എന്താണ്? ആൻഡ് സ്ട്രേഞ്ച് ലാൻഡ് വെയർ ദെയർ ആർ നോ ട്രേസസ് ഓഫ് ലിവിങ് ബീയിങ്സ്. അതായത് എന്താ? ലിവിങ് ബീയിങ്സ്, അതായത് മനുഷ്യവാസം അല്ലെങ്കിൽ ഒരു ജനവാസവും അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളുടെയും പ്രസൻസ് ഇല്ലാത്ത. ട്രേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രേസസ് മീൻ അടയാളം, അംശം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, ട്രേസസിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ്? അദ്ദേഹം വിസിറ്റ് ചെയ്യുന്ന പ്ലേസ് എങ്ങനെയുള്ള പ്ലേസാണ്? സ്ട്രേഞ്ച് ലാൻഡാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ലാൻഡാണ്. അവിടെ എന്തില്ല? ഒരു ലിവിങ് ബീയിങ്സിൻ്റെയും ഒരു ജീവജാലത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു ജന്തുജാലത്തിൻ്റെയും അംശമോ അടയാളമോ ഒന്നുമില്ലാത്തൊരു ലാൻഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഡസ് ഹി എക്സ്പെക്റ്റ് ടു സീ ഇൻ ദ ഈസ്റ്റേൺ സിറ്റീസ്? എന്താ ചോദ്യം? വാട്ട് ഡസ് ഹി എക്സ്പെക്റ്റ് അല്ലേ? എന്താണ് കവി എക്സ്പെക്റ്റ് ടു സീ? എക്സ്പെക്റ്റ് മീൻസ് എന്താ? പ്രതീക്ഷിക്കുക. ടു സീ മീൻസ് കാണുക. അപ്പോൾ വാട്ട് ഡസ് ഹി എക്സ്പെക്റ്റ് ടു സീ എന്ന് വെച്ചാൽ എന്താണ്? കവി എന്താണ് കാണാൻ പ്രതീക്ഷിക്കുന്നത് അല്ലേ? കവി എന്ത് കാണാനാണ് പ്രതീക്ഷിക്കുന്നത്? എവിടെ? ഇൻ ഈസ്റ്റേൺ സിറ്റീസ്. ഈസ്റ്റേൺ സിറ്റീസിൽ കവി എന്ത് കാണാൻ പ്രതീക്ഷിക്കുന്നു? ഈസ്റ്റേൺ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേബ്യൻ സിറ്റീസാണ്. ഓക്കെ, അറബി രാജ്യങ്ങളിലുള്ള സിറ്റീസാണ് ഈസ്റ്റേൺ സിറ്റീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, കവി അവിടെ എന്ത് കാണാൻ ആണ് ആഗ്രഹിക്കുന്നത്? ഹീ എക്സ്പെക്ട്സ് ടു സീ മോസ്ക്. എന്താണ്? ഓക്കെ, മുസ്ലിം രാജ്യങ്ങളിൽ എന്തുണ്ട്? അല്ലെങ്കിൽ എന്ത് കാണും കവി അവിടെ? എന്ത് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മോസ്ക് അല്ലേ? പള്ളികളുണ്ട്. ആൻഡ് മിനാററ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗോപുരങ്ങളുള്ള ബിൽഡിങ്സ് ഉണ്ടല്ലോ, ഈ ഗോപുരം വെച്ചിട്ട് ബിൽഡിങ്സ്, ഈ കെട്ടിടങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഗോപുര നിർമ്മിതികളൊക്കെ എവിടെയുണ്ടെന്ന് പറയുന്നു? ഈസ്റ്റേൺ സിറ്റീസിലുണ്ടെന്ന് പറയുന്നു. ആമങ് ദ സാൻഡി ഡെസേർട്ട്. എവിടെയുണ്ട്? ഈസ്റ്റേൺ സിറ്റീസിൽ എന്താണ്ടാ? ഡെസേർട്ട്സ് ആണല്ലേ, മരുഭൂമിയാണ്. അപ്പോൾ കവി പ്രതീക്ഷിക്കുന്ന എന്താണ്? മോസ്ക്സ് ഉണ്ട്. മോസ്ക് മീൻസ് മുസ്ലിം പള്ളികളുണ്ട്. മിനാററ്റ്സ് ഉണ്ട്. ഗോപുരം പോലത്തെ ഗോപുരങ്ങൾ വെച്ചുള്ള ബിൽഡിങ്സ് ഉണ്ട്, കെട്ടിടങ്ങളുണ്ട്. എവിടെയുണ്ട്? സാൻഡി ഡെസേർട്ട്. സാൻഡി മീൻസ് മണലെന്നാണ്. സാൻഡിൻ്റെ അർത്ഥം മണലെന്നാണ്. അപ്പോൾ സാൻഡി ഡെസേർട്ട്സ് മീൻസ് എന്താണ്? മണലാരണ്യം അല്ലേ? ഡെസേർട്ടിൽ എന്താണ്? മണലാണ്. അപ്പോൾ ആ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ എന്തുണ്ട്? മോസ്ക് ഉണ്ട്, മിനാററ്റ്സ് ഉണ്ട്. ഇതൊക്കെ കവി കാണാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. ഹി വുഡ് ലൈക്ക് ടു വിസിറ്റ് ദ ബസാസ് ദർ. ഓക്കെ, അവിടെയുള്ള എന്ത് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? പിന്നെ ബസാസ് മീൻസ് ഷോപ്സ് ആണ്. ഷോപ്സ്, വലിയ വലിയ ഷോപ്സ്. അവിടെ എന്തുണ്ട്? ഷോപ്സിൽ എന്തുണ്ട്? ദാറ്റ് ആർ ഫുൾ ഓഫ് റിച്ച് ഗുഡ്സ് ഫ്രം ഫാർ ആൻഡ് നിയർ. ഓക്കെ, അടുത്തുനിന്നും അകലത്തുനിന്നും ഒക്കെയുള്ള ഒരുപാട് വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ഫുൾ ഓഫ് റിച്ച് ഗുഡ്സ് ആണ്. വളരെ സമ്പന്നമായ വസ്തുവകകളാണ്, സാമഗ്രികളാണ്, ഗുഡ്സാണ്. എവിടെ വിൽക്കുന്നത്? അവിടുത്തെ ബസാർസിൽ വിൽക്കുന്നത്. ഈസ്റ്റേൺ സിറ്റീസിലെ ബസാർസിൽ വിൽക്കുന്നതെന്ന് ആര് പറയുന്നു? കവി പറയുന്നു. ഓക്കെ, ക്ലിയർ. മൂന്നാമത്തെ ചോദ്യം. വൈ ഡസ് ഹി പ്രിഫർ ടു വിസിറ്റ് ഇംഗ്ലണ്ട്? കവി എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? പ്രിഫർ മീൻസ് മുൻഗണന കൊടുക്കുക എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, കവി എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യാൻ മുൻഗണന നൽകിയത്? ഓക്കെ, ഹീ ലൈക്സ് ടു ട്രാവൽ ടു ഇംഗ്ലണ്ട്. പോയിട്ടിന് എവിടെ പോകാൻ ഇഷ്ടമാണ്? എവിടെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്? ഇംഗ്ലണ്ടിലല്ലേ? ആൻഡ് വിസിറ്റ് ഫോറസ്റ്റ്. പിന്നെ എന്ത് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു? അവിടെ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഹോട്ട് ആൻഡ് വൈറ്റ് പ്ലേസസ് വിത്ത് ടോൾ ബിൽഡിങ്സ് ആൻഡ് സ്പയർ. ഹോട്ട് മീൻസ് വളരെ ചൂടേറിയ, വളരെ ചൂടുള്ള. ആൻഡ് വൈറ്റ് പ്ലേസസ് വളരെ വിശാലമായിട്ടുള്ള പ്ലേസസ്. അവിടെ എന്തുണ്ട്?
എന്ത് വേണം? വിത്ത് ടോൾ ബിൽഡിങ്സ്, വളരെ ഉയരത്തിലുള്ള കെട്ടിടങ്ങളുള്ള ബിൽഡിങ്സ് വേണം. ആൻഡ് സ്പയർ. എന്താണ് സ്പയർ? സ്പയർ മീൻസ് ഈ ആകാശത്തോളം ഉയരത്തിലുള്ള കെട്ടിടങ്ങളില്ലേ, അതിനെയാണ് സ്പയർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കുമ്പോൾ തോന്നും അത് ആകാശമായിട്ട് എന്താണ് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ, ആകാശത്തെ തൊട്ട് നിൽക്കുന്ന ഒരു ഫീലാണ്. ഓക്കെ, അങ്ങനെയുള്ള ബിൽഡിങ്സിനെ നമ്മൾ പറയുന്നതാണ് സ്പയർ എന്ന്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണമെന്ന് പറയുന്നു? ഹി വിസിറ്റ് ഫോറസ്റ്റിൽ ഹോട്ട് ആൻഡ് വൈറ്റ് പ്ലേസസ് ഉള്ള വളരെ വിസ്തൃതിയുള്ള എന്താണ് പ്ലേസ് ആയിരിക്കണം. അവിടെ എന്തൊക്കെ വേണം? ടോൾ ബിൽഡിങ്സ് വേണം, വളരെ ഉയരത്തിലുള്ള ബിൽഡിങ്സ് വേണം. ആകാശത്തോളം ഉയരത്തിലുള്ള എന്ത് വേണം? ടവേഴ്സ് അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ അവിടെ വേണം എന്ന് പറയുന്നു. അടുത്ത്, there one can see many apes and can have coconuts. there, അവിടെ ഒരാൾക്ക് എന്ത് കാണാൻ പറ്റും? one can see, നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നു? many apes എന്താണ്? apes എന്ന് പറയുമ്പോൾ മനുഷ്യക്കുരങ്ങ്, ആൾക്കുരങ്ങ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അർത്ഥം വരുന്നുണ്ട്. ആൻഡ് ഹാവ് എന്താണ്? കോക്കോനട്ട്സ് എന്താണ്? ചോക്ലേറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു തരം പൗഡറാണ്. ഓക്കെ, ആ പൗഡർ എടുക്കുന്ന നട്ടാണ് കോക്കോനട്ട്. ഓക്കെ, ആ കോക്കോനട്ടും എവിടെ കാണാമെന്ന് പറയുന്നു? അവിടെ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പോൾ there one can see, അവിടെ ഒരാൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എയ്പ്സിനെ കാണാൻ പറ്റും, കോക്കോനട്ട്സ്. ഓക്കെ, കോക്കോനട്ട്സ് കിട്ടുന്ന അല്ലെങ്കിൽ കോക്കോനട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് സ്ഥലമാണ്. ഹി വുഡ് സീ എക്സോട്ടിക് ആനിമൽസ്. പിന്നെ എന്ത് കാണാൻ പറ്റും? എന്തിനെ കാണാൻ പറ്റും? എക്സോട്ടിക് ആനിമൽസ് അല്ലേ, വൈൽഡായിട്ടുള്ള. നമുക്ക് വൈൽഡ് ആനിമൽസ് മീൻസ് വന്യമൃഗങ്ങളാണ്, വളരെ വയലൻ്റ് ആയിട്ടുള്ള വന്യമൃഗങ്ങൾ. എന്താണ്? ഡൊമസ്റ്റിക്കേറ്റഡ് അല്ല, അല്ലെ, വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് അല്ല, എക്സോട്ടിക് വന്യജീവികളാണ്. ആൻഡ് ഹണ്ടേഴ്സ് ഹട്ട്സ് ദെയർ. പിന്നെ മൃഗങ്ങളെ വേട്ടയാടുന്ന വേട്ടക്കാരുടെ ഹട്ട്സ് മീൻസ് എന്താണ്? കുടിലുകൾ. ഓക്കെ, കുടിലുകളും ആർക്ക് കാണണം എന്ന് പറയുന്നു? കവിക്ക് വിസിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കവി ഇംഗ്ലണ്ട് പ്രിഫർ ചെയ്തത്? ഇംഗ്ലണ്ടിൽ കവിക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ട്, അതുപോലെ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യണം, പിന്നെ ടോൾ ബിൽഡിങ്സ് ആൻഡ് സ്പയർ. പിന്നെ എന്താണ് അവിടെ എന്തുണ്ട്? ഫോറസ്റ്റിൽ എന്തുണ്ട്? എയ്പ്സ് ഉണ്ട്, പിന്നെ കോക്കോനട്ട്സ് കിട്ടും. പിന്നെ ആരെ കാണാൻ പറ്റും? എക്സോട്ടിക് ആനിമൽസ് അല്ലേ, വന്യമൃഗങ്ങളെ കാണാൻ പറ്റും. പിന്നെ അവരെ വേട്ടയാടി ജീവിക്കുന്ന ഹണ്ടേഴ്സ്, വേട്ടക്കാരുടെ ഹട്ട്സ്, കുടിലുകൾ കാണാൻ പറ്റും എന്നൊക്കെ കവി പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഇംഗ്ലണ്ടിന് മുൻഗണന കൊടുത്തത്. ഓക്കെ, 4ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ഹി ഫൈൻഡ് ഇൻ ദ ഡൈനിങ് റൂം വെൻ ഹി ലൈറ്റ്സ് എ ഫയർ? ഓക്കെ, വാട്ട് ഡസ് ഹി ഫൈൻഡ് ഇൻ ദ ഡൈനിങ് റൂം? ഓക്കെ, പോയിട്ട് എന്താണ് ഡൈനിങ് റൂമിൽ കണ്ടത്? ഫൈൻഡ് മീൻസ് കാണുക എന്നാണ്, കണ്ടെത്തുക എന്നുള്ള ഒരു മീനിങ് ആണ് ഫൈൻഡ്. അപ്പോൾ എന്താണ് പോയിട്ട് ഡൈനിങ് റൂമിൽ കണ്ടത്? വെൻ ഹി ലൈറ്റ്സ് എ ഫയർ, ഡൈനിങ് റൂമിൽ തിരി തെളിച്ച സമയത്ത്. ലൈറ്റ്സ് എ ഫയർ മീൻസ് തിരി തെളിക്കുക എന്നാണ്. അതായത് ഡൈനിങ് റൂമിൽ കവി എന്ത് ചെയ്തു? ലൈറ്റ്സ് എ ഫയർ, തിരി തെളിച്ച സമയത്ത് എന്താണ് അദ്ദേഹം കണ്ടത്? വെൻ ഹി ലൈറ്റ്സ് എ ഫയർ ഇൻ ദ ഡൈനിങ് റൂമിൽ തിരി തെളിച്ച സമയത്ത് ഹി ഫൈൻഡ്സ് ദ പിക്ചേഴ്സ്. എന്താണ് കണ്ടത്? പിക്ചേഴ്സ്, ചിത്രങ്ങളാണ് കണ്ടത്. ആരുടെ? ഓഫ് ഗ്രേറ്റ് ഹീറോസ്, മഹാന്മാരായ ഹീറോസ് മീൻസ് എന്താണ്? നായകന്മാർ, അല്ലെങ്കിൽ എന്താണ്? ഫൈറ്റേഴ്സ്. ചിലപ്പോൾ ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാരായിരിക്കാം. ഓക്കെ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് റാണി ലക്ഷ്മിബായും അതുപോലെ ഗാന്ധിജിയും ഒക്കെ പോലെ ആ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തിലെ ഹീറോസിൻ്റെ പിക്ചേഴ്സ്, ചിത്രങ്ങൾ. പിന്നെ എന്താണ്? ഫൈറ്റ്സ്, യുദ്ധങ്ങളുടെ ചിത്രങ്ങൾ. പിന്നെ എന്താണ്? ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളുടെ ചിത്രങ്ങളൊക്കെയും ആര് കണ്ടു? ഡൈനിങ് റൂമിൽ നമ്മുടെ പോയിട്ട് കണ്ടു. ആൻഡ് ഓൾസോ ഫൈൻഡ് സം ഓൾഡ് ടോയ്സ് അല്ലേ. പിന്നെ പോയിട്ട് എന്താണ് അവിടെ കണ്ടെത്തിയത്? കുറച്ച് ഓൾഡ് ടോയ്സ് ആണ് കണ്ടത്. ഫൈൻഡ് സം ഓൾഡ് ടോയ്സ് മീൻസ് കുറച്ച് ഓൾഡ് ടോയ്സ് മീൻസ് പഴയ കളിപ്പാട്ടങ്ങൾ. ഓക്കെ, ആരുടെ ആയിരിക്കാം? ദാറ്റ് ദ ഈജിപ്ഷ്യൻ ബോയ്സ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഈജിപ്ഷ്യൻ ബോയ്സ്, അതായത് ഈജിപ്തിലെ കുട്ടികൾ കളിച്ചിട്ട് കളഞ്ഞ ടോയ്സ് ആയിരിക്കാം. ഓക്കെ, കുഞ്ഞിലെ അവർ ഉപയോഗിച്ചിരുന്ന ടോയ്സ് ആയിരിക്കാം പോയിട്ട് അവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ തിരി തെളിച്ച് ആ റൂമിൽ, ഇരുട്ടായിരുന്ന റൂമിൽ പോയിട്ട് തിരി തെളിയിച്ചപ്പോൾ എന്താണ് കണ്ടത്? കുറേ പിക്ചേഴ്സ് കണ്ടു അല്ലേ. ആരുടെയൊക്കെ പിക്ചേഴ്സ്? ഗ്രേറ്റ് ഹീറോസ്, മഹാന്മാരായ ഹീറോസിൻ്റെ പിക്ചേഴ്സ്, അതുപോലെ ഫൈറ്റ്സ്, യുദ്ധങ്ങളുടെ ചിത്രങ്ങൾ. പിന്നെ എന്താണ്? ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളുടെ ചിത്രങ്ങൾ. ഓക്കെ, പിന്നെ
ഈജിപ്ഷ്യൻ ബോയ്സ് ഉപയോഗിച്ചിരുന്ന ഈജിപ്തിലെ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന ബോയ്സ് ആൺകുട്ടികൾ എന്താണ് ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളല്ലേ അവർ പണ്ട് കുഞ്ഞുനാളിൽ ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എന്ത് ചെയ്തു അവിടെ കിടക്കുന്നത് കണ്ടു. ഓക്കെ, 4 ആൻസേഴ്സ്, 4 ചോദ്യോത്തരങ്ങളേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക. ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. ആൻഡ് താങ്ക് യു.